പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലുമായുള്ള തർക്കം പരിഹരിച്ചെന്ന ഹൈക്കോടതിയിൽ പരാതിക്കാരുടെ സത്യവാങ്മൂലം. ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നും ബന്ധുക്കളുടെ സമ്മർദ്ദം കാരണമാണ് മൊഴി നൽകേണ്ടി വന്നതെന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി രാഹുലും ഹൈക്കോടതിയെ സമീപിച്ചു. ഭാര്യയുമായുള്ള തർക്കം സ്വകാര്യ സ്വഭാവത്തിലുള്ളതാണെന്നും രാഹുൽ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഹർജിയിൽ പോലീസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, നേരത്തെ തന്നെ പെൺകുട്ടി പരാതിയിൽ നിന്ന് പിന്നാക്കം പോയിരുന്നു, തുറന്ന പ്രതികരണവും നടത്തിയിരുന്നു. കുടുംബത്തിൽ നിന്നുള്ള സ്വന്തം മാതാപിതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം നൽകിയ പരാതി എന്നാണെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണോ സത്യവാങ്മൂലം? എന്താണ് ഇപ്പോൾ പറയുന്നത്? ഈ രണ്ടുപേരും ഒരുമിച്ച് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഏതു രൂപത്തിലാണ് കോടതി അതിൽ ഇടപെടുക? സ്മൃതി, ഇക്കാര്യത്തിൽ പോലീസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പന്തീരാങ്കാവ് പോലീസിനോടാണ് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. ഇത് ഈ ഹൈക്കോടതി പോലീസിന്റെ വിശദീകരണം കേട്ടതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ് ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് വന്നത്. ഈ ഹർജിയിൽ രാഹുൽ പി ഗോപാൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഈ ഗാർഹിക പീഡന കേസിലെ പ്രതിയാണ് രാഹുൽ പി ഗോപാൽ. യുവതിയുമായുള്ള പരാതി ഒത്തുതീർപ്പായി എന്നാണ് ഈ ഹർജിയിൽ രാഹുൽ പി ഗോപാൽ പറയുന്നത്. ഒപ്പം ഭാര്യയുമായി ഉണ്ടായിരുന്നത് തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ പരിഹരിച്ചു. യുവതിയെ ശാരീരികമായി ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെടൽ മൂലമാണ് ഒരുമിച്ച് ജീവിക്കാനാകാതിരുന്നത്. ഒരു മാസം മുമ്പാണ് കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം ഇത്രയും നാൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതിരുന്നത് പോലീസിന്റെ ഇടപെടൽ മൂലമാണ്, അനാവശ്യമായ ഇടപെടൽ മൂലമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതിരുന്നതെന്നാണ് രാഹുൽ പി ഗോപാൽ ഈ ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ യുവതിയുമായി ഭാര്യയുമായി ഉണ്ടായിരുന്നത് സ്വകാര്യ സ്വഭാവത്തിലുള്ള തർക്കമാണ് എന്ന കാര്യം കൂടി രാഹുൽ പി ഗോപാൽ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. അതിനൊപ്പമാണ് ഭാര്യയുടെ അല്ലെങ്കിൽ ഈ കേസിലെ പരാതിക്കാരിയുടെ സത്യവാങ്മൂലം കൂടി രാഹുൽ പി ഗോപാൽ ഹർജിക്കൊപ്പം ഹൈക്കോടതിയിൽ നൽകിയത്. ഈ ഹർജിയിൽ സത്യവാങ്മൂലത്തിൽ യുവതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലുമായുള്ള എല്ലാ തർക്കവും പരിഹരിച്ചു എന്ന കാര്യമാണ്. ഒപ്പം ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല. മൊഴി നൽകേണ്ടി വന്നത് ബന്ധുക്കളുടെ അധികാര സ്വാധീനം മൂലമാണ്. രാഷ്ട്രീയമായി പിൻബലമുള്ള ആളുകളാണ് തന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം മൂലമാണ് തനിക്ക് പോലീസിൽ ഇത്തരമൊരു മൊഴി നൽകേണ്ടി വന്നത്. ഇപ്പോഴാണ് തനിക്ക് ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിച്ചു, അതുകൊണ്ടാണ് ഇത്തരമൊരു സത്യവാങ്മൂലം നൽകേണ്ടി വന്നത് എന്ന കാര്യവുമാണ്. അതുമാത്രമല്ല, ഈ കേസ് റദ്ദാക്കുന്നതിന് താൻ അനുകൂലമാണ് എന്ന കാര്യവും കൂടി യുവതി സത്യവാങ്മൂലത്തിലൂടെ കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ ഹർജിയിൽ ഹൈക്കോടതി ചോദിച്ചൊരു കാര്യം, യുവതിയുടെ സത്യവാങ്മൂലത്തിനൊപ്പം അഭിഭാഷകന്റെ വക്കാലത്തില്ലല്ലോ എന്നൊരു സാങ്കേതികമായ ചോദ്യം കോടതി ഉന്നയിച്ചു. അത് പിന്നാലെ ലഭ്യമാകുമെന്ന മറുപടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ നൽകുകയും ചെയ്തത്. കാരണം ഇന്ന് കോടതിയുടെ നടപടിക്രമങ്ങൾ ലഘുവായ സമയത്ത് മാത്രമാണ് നീണ്ടുനിന്നത്. പന്തീരാങ്കാവ് പോലീസിന് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്മേൽ പന്തീരാങ്കാവ് പോലീസ് മറുപടി നൽകണം. പ്രത്യേകിച്ചും ഈ യുവതിയുമായി ബന്ധപ്പെട്ട് ഈ സത്യവാങ്മൂലം യുവതിയാണോ നൽകിയത് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നടത്തും. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിലപാട് എന്താണ് എന്ന കാര്യവും കൂടി പോലീസ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ശ്യാം, ഈ സംഭവത്തിൽ ഈ വലിയ പരാതി ഉയർന്ന ഘട്ടത്തിൽ പരാതി ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്നു. കുടുംബത്തെ പ്രശ്നം അവിടെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് പോലീസ് പറഞ്ഞു എന്നതടക്കമുള്ള പരാതിയാണെന്ന് പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും പറഞ്ഞിരുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ നിലപാട് മറ്റൊന്നാണ്. ഭർത്താവ് രാഹുൽ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ രാഹുലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇങ്ങനെയൊരു ഭീഷണിയുണ്ട് ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം പറയുന്നുണ്ട്. ഇനി ഇക്കാര്യത്തിൽ നിയമപരമായി അവർ നീങ്ങാൻ പോകുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇതിൽ ഈ യുവതിയുടെ സത്യവാങ്മൂലം അല്ലെങ്കിൽ രാഹുലിന്റെ ഭാര്യയുടെ സത്യവാങ്മൂലം കൂടി രാഹുലിന്റെ ഹർജിക്കൊപ്പം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടു. അതുകൊണ്ട് തന്നെ ഈ സത്യവാങ്മൂലത്തിന്റെ ആധികാരികത മനസ്സിലാക്കുക എന്നതാണ് ഹൈക്കോടതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും അതിന്മേൽ കൂടി സ്ഥിരീകരണം നൽകേണ്ടത് പന്തീരാങ്കാവ് പോലീസാണ്. പന്തീരാങ്കാവ് പോലീസിനോട് ഹൈക്കോടതി ഇക്കാര്യവും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പന്തീരാങ്കാവ് പോലീസ് ഇതിന്മേലുള്ള വിശദീകരണം കൂടി പോലീസ് ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്യും. അതായത് ഈ
സത്യവാങ്മൂലം ഇത്തരമൊരു സത്യവാങ്മൂലം നൽകിയത് പരാതി ഒത്തുതീർപ്പാക്കാൻ കേസ് റദ്ദാക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന യുവതിയുടെ സത്യവാങ്മൂലം ശരിയാണോ എന്നടക്കമുള്ള കാര്യത്തിൽ പന്തീരാങ്കാവ് പോലീസാണ് ഹൈക്കോടതിക്ക് സ്ഥിരീകരണം നൽകേണ്ടത്. ആ സ്ഥിരീകരണം കൂടി പരിഗണിച്ചായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക. യുവതി ഇതിൽ പറയുന്നത് താൻ ഇപ്പോൾ നൽകുന്ന മൊഴിയും ആദ്യം നൽകുന്ന മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യത്തിന്റെ കാരണം തന്നെ ബന്ധുക്കളുടെ സ്വാധീനം മൂലമാണ് അത്തരമൊരു വൈരുദ്ധ്യം ഉണ്ടായത് എന്ന കാര്യമാണ്. അത്തരമൊരു വൈരുദ്ധ്യം ഉണ്ടായത് ആദ്യം പറഞ്ഞത് അത്തരമൊരു മൊഴി നൽകിയത് ബന്ധുക്കളുടെ സ്വാധീനം മൂലമാണ്, അത് തന്റെ നിലപാടല്ല എന്ന കാര്യമാണ്. ആദ്യ നിലപാടിനെ തള്ളിപ്പറയുകയാണ് യുവതി സത്യവാങ്മൂലത്തിലൂടെ ചെയ്യുകയും ചെയ്യുന്നത്. അതിനൊപ്പമാണ് താൻ ഭർത്താവുമായുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. രാഹുൽ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് രാഹുൽ ഹർജിയിൽ എന്ത് പറയുന്നു അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള സത്യവാങ്മൂലമാണ് ഈ യുവതി, അതായത് രാഹുലിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയത്.